കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF 3.0 റീലോഡഡ് എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചർച്ച പോകുമ്പോൾ സഹിക്കാൻ വയ്യാതെ മാധ്യമങ്ങൾ അഥവാ ബൈറ്റ് തൊഴിലാളികൾ ഒരു പുതിയ പണിയെടുക്കലിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മാസപ്പടി വാങ്ങിയിട്ടിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും സംഘപരിവാറുകാർക്കൊക്കെ വേണ്ടി പണിയെടുക്കണ്ടേ? ആ പണിയെടുത്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ആരെങ്കിലുമൊക്കെ പോയി പ്രതികരണം പഠിപ്പിച്ച് പിണറായി വിജയനെ എങ്ങനെയെങ്കിലും മാറ്റണം എന്നൊരു തന്ത്രം ആവിഷ്കരിക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് പതാക ഉയർന്നപ്പോൾ സ്വാഭാവികമായിട്ടും വാർത്താ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇടതുവിരുദ്ധ വാർത്തകൾ സൃഷ്ടിച്ചാലല്ലേ മൈലേജ് ഉണ്ടാകുള്ളൂ. ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യം അത് ആരാകണം വേണ്ട എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അതിൽ മാറ്റം വരുത്തേണ്ട ഉത്തരവാദിത്വവും അതിനുള്ളിലെ ഭാരവാഹികൾക്ക് മാത്രമുള്ള കാര്യമാണ്. പുറത്തു നിന്ന് കുളം കലക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു കാർഡ് തന്നെ പുറത്തു വരാൻ ഏതോ ഒരു പിണറായി വിരുദ്ധനാണ് ഈ വാർത്തയ്ക്ക് പിന്നിൽ. രാവിലെ ഇങ്ങനെ ഒരു ചിന്ത ഇയാൾക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് എന്ത് പിണറായി വിജയനെതിരെ വാർത്തയടിക്കാം. കാര്യം പിണറായി വിജയന് ഇപ്പോൾ PK ഗുരുദാസനോട് ഈ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ കണ്ടില്ല. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നതെന്നറിയാം. കാര്യം ഇവർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെ വളഞ്ഞ ചോദ്യങ്ങളിലൂടെ മറുപടി പറയിച്ചതിന് ശേഷം ആ പറഞ്ഞ വാചകത്തെ മാത്രം അടർത്തിയെടുത്ത് പിണറായി വിജയനെതിരെ ഗുരുദാസൻ സംസാരിച്ചു എന്നുള്ളതാണ് വരുത്താൻ പരിശ്രമിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ആരാണ് അടുത്ത മുഖ്യമന്ത്രി ആകേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇടതുപക്ഷത്തിൽ തുടങ്ങിയിട്ടില്ല. ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ രീതി അനുസരിച്ചും നയമനുസരിച്ചും അക്കാര്യങ്ങളിലെല്ലാം പാർട്ടിയുടെ തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായാണ് കൈക്കൊള്ളാറുള്ളത്. അത് പുറത്തുനിന്ന് ചർച്ച ചെയ്ത് അണികൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. കാര്യം നേരത്തെ പറഞ്ഞ പോലെ മാസപ്പടി വാങ്ങിച്ചാൽ നമ്മൾ തിരിച്ച് ആ വാങ്ങിയതിനോടുള്ള നന്ദി പ്രകടിപ്പിക്കണ്ടേ? ആ നന്ദി പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനൊരു വാർത്തയ്ക്ക് എങ്ങനെയാണ് അവസരമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇത് PK ഗുരുദാസൻ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞ കാര്യമല്ല. സ്വാഭാവികമായിട്ടും മാപ്രയ്ക്ക് രാവിലെ ഇരുന്നപ്പോൾ ഈ മാസപ്പടി വാങ്ങിച്ചതിന് എന്ത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൊല്ലത്തുള്ള PK ഗുരുദാസൻ എന്ന CPM നേതാവ് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് ഒരു വീട് വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടാക്കിയ അതേ മാപ്രകൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമെടുത്ത് പിണറായി വിജയനെതിരെ ആയുധമാക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ആവശ്യം ഇങ്ങനെ പാർട്ടി കേഡർമാർക്കുള്ളിൽ ചില കൺഫ്യൂഷൻ ഉണ്ടാക്കണമെന്നുള്ളതാണ്. നിങ്ങൾ വിചാരിച്ച ഒരു കാര്യവും ജില്ലാ സമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ ഏരിയ സമ്മേളനങ്ങളിലോ യൂണിറ്റ് തലത്തിലോ നടന്നില്ല. പിന്നെയല്ലേ സംസ്ഥാന സമ്മേളനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതുപോലെ പല സ്വരത്തിലൂടെ പുറത്ത് കേൾപ്പിക്കാം. പക്ഷേ ഇതിൻ്റെ സംഘടനാ സംവിധാനം വെച്ചിട്ട് ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ചൊക്കെ പാർട്ടി തീരുമാനമെടുക്കും. അവിടെ പിണറായി വിജയനോ ഗോവിന്ദൻ മാഷോ MA ബേബിയോ അവരൊന്നുമല്ല. അതിനപ്പുറത്താണ് സംഘടനയും സംഘടനാ തീരുമാനങ്ങളും. അതുകൊണ്ട് വെളിയിൽ നിന്ന് ഇതുപോലെ ഓരിയിട്ട് സമാധാനപ്പെടാനോ അല്ലെങ്കിൽ പിണറായി വിരുദ്ധർക്ക് സമാധാനം കൊടുക്കാനോ പരിശ്രമിക്കുന്നവർ കുറച്ച് സമയത്തേക്ക് മാത്രമേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കപ്പെടുകയുള്ളൂ. ആ സബലീകരിപ്പിച്ചു കൊടുക്കാൻ മാസപ്പടി വാങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അവകാശമുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇതെല്ലാം അങ്ങ് നടത്തി എടുത്തു കളയാമെന്ന് ആഗ്രഹിക്കരുത്. അത് വ്യാമോഹം മാത്രമാണ്.